കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതുവത്സര പ്രസംഗം. മാന്യ സദസ്സിന് വന്ദനം. ആഘോഷങ്ങളുടെയും ആശംസകളുടെയും കാലമാണ് പുതുവത്സരം. ഏറെ പ്രതീക്ഷകൾ നിറഞ്ഞ മറ്റൊരു പുതുവത്സര പുലരി കൂടി വന്നെത്തിയിരിക്കുന്നു. പുതുവർഷത്തിലേക്ക് ചുവടുവെക്കാൻ ഡിസംബറിൽ നിന്ന് ജനുവരിയിലേക്കുള്ള ദൂരമാണ് നമുക്കിടയിൽ ഉള്ളതെങ്കിലും കാലം നമുക്കായി ജനുവരിയിൽ നിന്നും ഡിസംബറിലേക്കുള്ള പ്രതീക്ഷകൾ കാത്തുവച്ചിരിക്കുന്നു. അതെ, പുത്തൻ പ്രതീക്ഷകളുടെയും പ്രതിജ്ഞകളുടെയും നല്ല നാളുകളാണ് പുതുവർഷം നമുക്ക് സമ്മാനിക്കുന്നത്. ഇപ്പോൾ ഈ നിമിഷത്തെ നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം ഈ പുതുവർഷം കാണാൻ നമുക്ക് അവസരമുണ്ടായി എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഈ വർഷത്തെ നന്ദിയോടെ തന്നെ നമുക്ക് വരവേൽക്കാം. മുൻ വർഷത്തെ നല്ല അനുഭവങ്ങളെ മനസ്സിൽ നിലനിർത്തി മോശമായവയെ തുടച്ചു നീക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് ജീവിതം വീണ്ടും കരുപ്പിടിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്ന വിശ്വാസമാണ് നമ്മെ നയിക്കുന്നത്. ക്ഷണികമായ ഈ ജീവിതത്തിൽ നമ്മിൽ പ്രത്യാശ ഉണ്ടായിരിക്കുക, മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്നവരാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. നമ്മുടെ കുറവുകൾ ഓർത്ത് നിരാശപ്പെടുകയല്ല വേണ്ടത്. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ശരിയായി വിനിയോഗിക്കുക എന്നതാണ് പ്രധാനം. ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ അവസരം. ഓരോ വർഷവും ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മളിലേക്ക് കടന്നു വരുന്നത് ഓരോ അവസരങ്ങളായാണ്. നമ്മുടെ കഴിവുകളെ മുഴുവനായി പ്രയോജനപ്പെടുത്താനും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം പകരാനും ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തണം. നമ്മൾ ഇതുവരെ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ കൂടെ നിന്നവരെയും നമ്മുടെ ചുറ്റുമുണ്ടായവരെയും ഓർക്കാനും ബന്ധങ്ങൾ പുതുക്കുവാനും ഈ അവസരങ്ങളെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായി മാത്രം ജീവിക്കുന്ന ഒരുപാട് പുണ്യജന്മങ്ങൾ നമുക്കിടയിലുണ്ട്. മഹാകവി അക്കിത്തത്തിൻ്റെ വരികൾ ഓർമ്മിക്കേണ്ടവയാണ്. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചിലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. അതെ, മറ്റുള്ളവർക്കായി പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഹൃദയത്തിൽ പൗർണമി ഉദിപ്പിക്കാൻ ഓരോ പുതുവർഷവും നമ്മെ സഹായിക്കട്ടെ. ഒപ്പം നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലീകരിക്കുന്ന ഒരു അനുഗ്രഹീത വർഷമായി പുതുവത്സരം മാറട്ടെ. 2024 നന്മയുടെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നല്ല നാളുകൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കുള്ളതിൽ തൃപ്തിയടയുക. മറ്റുള്ളവരുടെ സമൃദ്ധി ഒരിക്കലും നമ്മെ വേവലാതിപ്പെടുത്തരുത്. ഈ കൊച്ചു ജീവിതത്തിൻ്റെ അവസാനം എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ജീവനുള്ള കാലം വരെയും ആരെയും ഉപദ്രവിക്കാതെ നിർമ്മലമായ മനസ്സോടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എന്നും പ്രകാശം പരത്തുന്ന കെടാവിളക്കുകൾ ആയിത്തീരാൻ ഈ പുതുവർഷത്തിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ.